1990-കളിൽ ഒരു രഹസ്യ സംഘടന കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവർ NDF എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പുറത്തു വന്നു. തീവ്രതയുടെ ചെറിയ ചില ചിന്തകളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ അജയ്യനായ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ EK ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഉസ്താദ് KT മാനൂർ മുസ്ലിയാറും ഹൈദ്രോസ് മുസ്ലിയാറും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അള്ളാഹു ഇടയ്ക്ക് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഘട്ടത്തിൽ സമസ്തയുടെ അജയ്യനായ നായകൻ ഷംസുൽ ഉലമ EK ഉസ്താദ് അവർ പ്രഖ്യാപിച്ചു, പ്രബോധകർ സ്ഥലകാല സാഹചര്യം മനസ്സിലാക്കണം. അതൊരു വാക്കായിരുന്നു. അദ്ദേഹം വിശദമായി പ്രസംഗിച്ചു. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? മുസ്ലിം രാജ്യത്താണോ? അല്ല. മുസ്ലിം ന്യൂനപക്ഷമായ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ രീതി തെറ്റാണെന്ന് കൃത്യമായി മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അടിവരിട്ട് പറഞ്ഞപ്പോൾ SKSSF സംസ്ഥാന കമ്മിറ്റി അത് ഏറ്റെടുത്തു. അഭിമാനകരമായ മുന്നോട്ടുള്ള പ്രയാണം ജിഹാദ് തെറ്റും ശരിയും എന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നാട് നീളെ ഈ തെറ്റായ ജിഹാദിന്റെ വ്യാഖ്യാനത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗും അവിടെ ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു എന്നത് അഭിമാനകരമാണ്. എന്തായിരുന്നാലും ആദർശപരമായി ആശയപരമായി ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ഈ കാര്യം മുസ്ലിം ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഫലമുണ്ടായി. ഇന്ന് അത്തരം തീവ്രവാദ ചിന്തകൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വേരറ്റുപോയി എന്ന കാര്യം ഞാൻ നിങ്ങൾ സാക്ഷികളല്ലേ സഹോദരന്മാരെ?